ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അതിക്രൂരമായിട്ടുള്ള ഒരു വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. തൊടുപുഴയിൽ വിദ്യാർത്ഥിക്ക് നേരെ കൊടും ക്രൂരതയാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്തു. ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അധ്യാപകരെ അറിയിച്ചതിനാണ് പ്രതികാരം. ഇടുക്കി തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അടക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സിബി സി ജോസഫാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. സിബി, വളരെ വേദനിപ്പിക്കുന്ന അതിക്രൂരമായിട്ടുള്ളൊരു വാർത്തയാണ് വരുന്നത്. എന്തായാലും ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ വാർത്ത കണ്ടപ്പോൾ, നമ്മൾ ആലപ്പുഴയിലും സമാനമായിട്ടുള്ളൊരു സാഹചര്യം, ഒരു 13-കാരിയുടെ ക്രൂരത. നമ്മുടെ യുവതലമുറയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഗുരുതര കുറ്റകൃത്യങ്ങളിലൊക്കെയും അവർക്കുള്ള പങ്ക് വർദ്ധിച്ചു വരികയാണ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ കുട്ടികളും മൈനറാണോ? അക്ഷയ്, ഈ പ്രതികളിൽ ഒരാൾ മൈനറാണ്, ബാക്കി രണ്ടുപേർ അവർ പ്രായപൂർത്തിയായവരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഈ മൈനറായ കുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ ഹാജരാക്കിയ ശേഷം മാതാപിതാക്കൾക്കൊപ്പം വിട്ടയച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഈ ഹോസ്റ്റലിൽ ഉണ്ടായത്. അതായത് ഈ തൊടുപുഴയിലെ ഒരു മൊബൈൽ ടെക്നോളജി സ്കൂളാണ്, ഗ്രാൻഡിസ് മൊബൈൽ ടെക്നോളജി എന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഇടുക്കി അണക്കര സ്വദേശിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയം സഹപാഠികൾ മർദ്ദിച്ച് തകർത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം അത് അധ്യാപകരെ അറിയിച്ചതിനെ തുടർന്നുള്ള പ്രതികാരമാണ് ഈ സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ ചേർന്ന് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഈ കുട്ടിയുടെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടി ഈ സ്കൂളിന്റെ ഹോസ്റ്റലിൽ, അതായത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്, ആ വീടിന്റെ 4 മുറികളിൽ ഓരോ മുറികളിലും 3 പേർ വീതമാണ് താമസിക്കുന്നത്. ഈ ഹോസ്റ്റലിൽ ഒരു മുറിയിൽ കഴിയുന്ന 3 കുട്ടികൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നു. അവർ മയക്കുമരുന്നും ലഹരി മരുന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത് മനസ്സിലാക്കി ഈ കുട്ടി ആ ദൃശ്യങ്ങൾ സഹിതം പകർത്തി അധ്യാപകർക്ക് അയച്ചു കൊടുത്തു. ഈ അധ്യാപകർ ഈ കുട്ടികളെ വിളിച്ചുകൊണ്ട് ശാസിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല പിന്നീട് ഇവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിൽ പ്രതികാരമായിട്ടാണ് ഈ കുട്ടിയെ പിറ്റേ ദിവസം രാത്രി ഈ കുട്ടിയുടെ ഹോസ്റ്റൽ റൂമിലെത്തുകയും ഈ 3 വിദ്യാർത്ഥികൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. ഈ കുട്ടിയുടെ വൃഷ്ണത്തിൽ പിടിച്ച് ഞെരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ കുട്ടിയെ ഒരു രാത്രി മുഴുവൻ ഈ കുട്ടി ഭീതിയോടെ ആ ഹോസ്റ്റൽ മുറിയിൽ കിടന്നു. പിറ്റേ ദിവസം അച്ഛനെ വിളിച്ചുകൊണ്ടാണ് ഈ കുട്ടിയെ അവിടെ നിന്നും പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്. പിന്നീട് ഈ കുട്ടി ഇടുക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ കുട്ടി പോലീസിൽ പരാതി നൽകുന്നത്. പിന്നീട് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരാളെ മാത്രമാണ്, അതായത് ഈ മൈനറായ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മാത്രമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 പേരെ ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം കൂടി ഈ കുട്ടി പങ്കുവെക്കുന്നു. എന്തായാലും അതിക്രൂരമായൊരു നടപടി, അതിക്രൂരമായ ഒരു സംഭവമാണ് ഈ തൊടുപുഴയിലെ ഈ ഒരു മൊബൈൽ ടെക്നോളജി സ്കൂളിൽ നടന്നത്. മാത്രമല്ല, ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാട് പ്രിൻസിപ്പലും സ്കൂൾ അധികൃതരും സ്വീകരിച്ചുവെന്നും ഈ കുട്ടിയുടെ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. ഈ മാസം 10-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഈ ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായത്. അതിക്രൂരമായി ഈ കുട്ടിയുടെ ജനനേന്ദ്രിയം ഈ സഹപാഠികൾ ചേർന്ന് അടിച്ചു തകർക്കുകയായിരുന്നു. എന്തായാലും അതിക്രൂരമായ ഒരു സംഭവമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്നത്.